പ്രിയ PTA പ്രസിഡന്റുമാരെ, നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ മക്കളെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി അവരെ വളർത്തിയെടുക്കുക, ഒരു നാടിൻ്റെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരെ രൂപപ്പെടുത്തുക. അഭിവിൻ്റെ പിതാവും വെള്ളമരങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾ ജീവിക്കുന്നത് വലിയ അപകടങ്ങളുടെ, വെല്ലുവിളികളുടെ ഒരു ലോകത്ത്. അവരെ സുരക്ഷിതരായി സൂചിപ്പിച്ചതുപോലെ വളർത്തിയെടുക്കുക, അതൊരു ഭാരമുള്ള ജോലിയാണ്, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ചൈനീസ് പഴമൊഴി ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാൾ വിഷമകരമായ കാര്യമാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. രാജ്യം ഭരിക്കാൻ വളരെ എളുപ്പം, മന്ത്രിമാരുണ്ട്, സൈന്യമുണ്ട്, പട്ടാളം എല്ലാം ഉണ്ട്, എവരിത്തിങ് ഈസ് ഓർഡർ, കമാൻഡ് കൊടുത്താൽ മതി. പക്ഷെ ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തിയെടുക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്, അതിന് മാതാപിതാക്കൾ അക്ഷീണം പരിശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് സംഭവിച്ച ഒരു അപകടമാണ് അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഫോർമേഷൻ നൽകാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. 5, 6, 7, 8 മക്കളുള്ള കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് മൂത്ത ഒരു കുട്ടിക്ക് മാത്രം ഫോർമേഷൻ കൊടുത്താൽ മതി. ബാക്കി എല്ലാ കുട്ടികളും മൂത്ത ആളിൻ്റെ പിന്നാലെ പോകും, അവന് ഫോർമേഷൻ കൊടുക്കും. ഇവിടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ട് ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ച മാതാപിതാക്കളെല്ലാം വാരിക്കോരി കൊടുക്കുക, എനിക്ക് കിട്ടാതെ പോയതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും. അങ്ങനെ രൂപത്തിൽ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് മാതാപിതാക്കൾ കാണിക്കുന്നുണ്ട്. മഹാനായ റൂസോ ഇപ്രകാരം മാതാപിതാക്കളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്: പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുരുന്നു ചെടികളാണ്. അവയ്ക്ക് ചുറ്റും നിങ്ങൾ ശക്തമായിട്ടുള്ള വേലിക്കെട്ടുകൾ തീർക്കണം, അല്ലെങ്കിൽ വഴിപോക്കർ അത് ചവിട്ടി നശിപ്പിക്കും, കന്നുകാലികൾ അതിൻ്റെ നാമ്പ് പറിച്ചെടുക്കും. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചെടി നമ്മൾ നടന്നു, അത് വളരുന്നതനുസരിച്ച് കർഷകർ അത് ചുറ്റും വേലി കെട്ടും, അല്ലെങ്കിൽ ഇപ്പറഞ്ഞൊക്കെ സംഭവിക്കും. ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായിട്ടുള്ള ബലപ്രയോഗമല്ല വേലിക്കെട്ടെന്ന് പറയുന്നത്, ഡിസിപ്ലിനല്ല അനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ മർദ്ദനമുറയല്ല, മറിച്ച് ആത്മീയതയുടെ, വിശ്വാസത്തിൻ്റെ ഒരു വേലിക്കെട്ട് എത്രമാത്രം നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതനുസരിച്ചാണ് ഈ തിന്മയുടെ ശക്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഒരു ആത്മീയതയുടെ അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കലാലയങ്ങളിലും കാത്തുസൂക്ഷിക്കാനായിട്ട് ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് PTA പ്രസിഡന്റുമാർ, നമ്മുടെ സ്കൂളുകൾ എത്രമാത്രം സുരക്ഷിതമാണ്, ഒരു ജാഗ്രത, വിജിലന്റ് ഗ്രൂപ്പായിട്ട് വർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ആദ്യത്തെ കുടുംബത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് അപ്പത്തിൻ്റെ ഉറക്കത്തിൽ നിന്നാണ്. അപ്പം പോത്തുപോലെ കിടന്നുറങ്ങുക, എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് അപ്പന് യാതൊരു ബോധവുമില്ല. അങ്ങനെ ഉറങ്ങുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല. ആ ഉറക്കത്തിൻ്റെ സമയത്താണ് അമ്മ പിശാചുമായിട്ട് സല്ലപിക്കാൻ പോകും. അങ്ങനെ പിശാചകത്ത് കയറും. അതുതന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജാഗ്രത പാലിക്കാത്തതിന് പകരം, കണ്ണ് തുറന്നിരിക്കേണ്ടതിന് പകരം നമ്മൾ അലസരായിട്ട് വർത്തിക്കുമ്പോൾ, നമ്മൾ ഈ കാര്യങ്ങളിൽ ലീസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ, ശത്രു ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കലാലയങ്ങളിലും കയറി ചവിട്ടി മെതിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ തകർക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് PTA എന്ന ആ ഒരു വലിയ സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്വം ഈ സങ്കീർണമായിട്ടുള്ള സമൂഹത്തിൽ നിർവഹിക്കാനുണ്ടെന്ന് അഭിവന്യ പിതാവ് ഓർമ്മിപ്പിച്ചത് എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. എത്രമാത്രം ജാഗ്രത, ചിലപ്പോഴൊക്കെ നമുക്കറിയാം
ഈ അമേരിക്കയിൽ ഞാനായിരുന്നപ്പോൾ അവിടെ നമ്മുടെ തോമസ് കടുകപ്പള്ളി അച്ഛനാണ്. അച്ഛന് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സമൂഹത്തിൽ പോലും ഒരു സ്കൂൾ കുട്ടിയിലൂടെ ആ പള്ളിയിലേക്ക് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് കയറി വരിക. മാതാപിതാക്കളെ സമ്മതിക്കല്ല, കാക്കയ്ക്ക് തൻകുഞ്ചും പൊൻകുഞ്ഞാണല്ലോ. തൻ്റെ കുട്ടിയിലൂടെയാണിത് വന്നെന്ന് പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കുക. അപ്പോൾ അച്ഛൻ ചെയ്ത് ആ ഇടവകയിലെ മിടുക്കരായിട്ടുള്ള പേരൻസിനെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വിജിലൻസ് സ്ക്വാഡ് ഉണ്ടാക്കി. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവർ പ്രധാനപ്പെട്ട വ്യക്തികളാണല്ലോ, PTA പ്രസിഡന്റുമാരാണ്. നിങ്ങൾ പേരൻസ് എല്ലാം നിങ്ങളുടെ കൈകളിലാണ്. ആ പേരൻസിലേക്ക് ഇവിടെ അഭിവൃദ്ധി പിതാവ് പറഞ്ഞ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കണം. അല്ലാതെ നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു, കാപ്പിയും കുടിച്ച് പോയിട്ട് മാത്രം തീരുമാനമാകുന്നില്ല. ഇതിൻ്റെ സന്ദേശം എല്ലാ മാതാപിതാക്കളും ഉൾക്കൊള്ളാൻ തക്ക വിധം അവരുടെ ഹൃദയങ്ങളെ തുറക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഒന്ന്, ആർട്ട് ഓഫ് പേരൻറ്റിങ്. കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് വളരെ വളരെ വിഷമം പിടിച്ച കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു ഫോർമേഷൻ കുടുംബങ്ങളിൽ കിട്ടുന്നുണ്ടോ, മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടോ, അവർക്ക് അവർ പ്രാപ്തരാണോ എന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാലഘട്ടം. പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കുഞ്ഞുങ്ങൾ വളർന്നു വന്നതിന്. ഇപ്പോൾ നമുക്കതല്ല. നമ്മൾ ഓരോ ഓരോ അമ്മയും അപ്പനും വളരെ ഗൗരവമായിട്ട് ഈ ആർട്ട് ഓഫ് പേരൻറ്റിങ് പഠിച്ചിരിക്കണം. അതിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിയിരിക്കണം. കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിരിക്കണം. അവർ കടന്നു പോകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രത്യേകതകളും പ്രതിസന്ധികളുമൊക്കെ മനസ്സിലാക്കി നല്ല ഒരു ഫോർമേഷൻ നമ്മുടെ കുടുംബങ്ങളിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അത് മാതാപിതാക്കൾ പഠിക്കണം. പണ്ടത്തെ പോലെയല്ല. അത് കൊടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ വളർന്നു വരും, അല്ലേ? നല്ല ഫോർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അതനുസരിച്ച് വളരും. അല്ലെങ്കിൽ ഫോർമേഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരും. അവരെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവരാണ് നമ്മുടെ കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഫോർമേഷൻ കൊടുക്കാനായിട്ട് കുടുംബത്തിൽ മാതാപിതാക്കൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ സമയം അവരുമായിട്ട് ചെലവഴിക്കും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഭാഗ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൊടുക്കേണ്ടത് അവരോടൊപ്പം സമയം ചിലവഴിക്കാനാണ് നമുക്ക് സാധിക്കുന്നുണ്ട്. അവൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുമ്പോൾ, അമ്പലത്തിൽ നിന്ന് വരുമ്പോഴൊക്കെ അവനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചിന്തകൾ അത് കേൾക്കാനായിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ്റെ വളർച്ചയുടെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് മാതാപിതാക്കൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പിതാവ് പറഞ്ഞ പോലെ ദൈവവിശ്വാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആഴപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരിക്കുന്ന ഡോക്ടർ ആനന്ദ ബോസ് IAS സാറ് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ IAS പരീക്ഷയ്ക്ക് കോച്ചിങ് എടുക്കുന്നവരാണ്. അവരോട് സാറ് പറഞ്ഞ കാര്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഈ പരീക്ഷ ജയിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ദൈവവിശ്വാസമാണ്, ആത്മീയതയാണ്. എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട്, എത്രമാത്രം ആത്മീയത എൻ്റെ കുടുംബത്തിലുണ്ട്, ആ ആത്മീയതയിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്താനായിട്ട് രൂപപ്പെടുത്താൻ എത്രമാത്രം ബോധപൂർവം ശ്രമിക്കും. ആ വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ പിന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് കരഞ്ഞിട്ട് കാര്യം, അവിടെ നമ്മൾ കൈവിട്ടു പോകും. അതുകൊണ്ട് ഈ അല്ലെങ്കിൽ ഫോർമേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് ദൈവവിശ്വാസത്തിൽ അവരെ ആഴപ്പെടുത്തുക എന്നുള്ളത്. ലക്ഷ്യബോധം നമ്മുടെ തലമുറയ്ക്ക് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളൊരു ഉറച്ച ബോധ്യം കുഞ്ഞുങ്ങൾ കുറവാണ്. അതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ സാറില്ല. ഇന്നത്തെ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ നമുക്കറിയാം, പള്ളിക്കൂടത്തിൽ പോയില്ലെങ്കിലും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കാർമേഘം കണ്ട ഉടനെ അവധി പ്രഖ്യാപിക്കുക. പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോകണമെന്ന് ആഗ്രഹം പോലുമില്ല. ചോദ്യത്തിന് നമ്പർ ഇട്ടാൽ ജയിക്കും. അങ്ങനെ 10ൽ 4 മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് എഴുതാനും അറിയത്തില്ല, വായിക്കാനും അറിയത്തില്ല, ഗുണനിലവാരവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്താണ്? മക്കളെ ഉറച്ച ലക്ഷ്യബോധം,
അതിൽ നമുക്ക് എത്രമാത്രം കുഞ്ഞുങ്ങളെ ആഴപ്പെടുത്താനായിട്ട് ലക്ഷ്യബോധമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആ കുഞ്ഞുങ്ങളൊക്കെയാണ് പിന്നീട് മയക്കുമരുന്നും ഒക്കെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ കാരിയേഴ്സായിട്ട് മാറുന്നതും ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട്. അപ്പം നല്ലപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു തലത്തിൽ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയല്ല. ലക്ഷ്യബോധമില്ലാത്ത കുഞ്ഞുങ്ങളാണ് വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ഈ ഒരു ലക്ഷ്യബോധത്തിലേക്ക് ആഴപ്പെടാൻ നമുക്ക് സാധിക്കുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം. അക്കാഡമിക് മികവ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ. നമുക്കറിയാം, ഇവിടെ 4 മാർക്ക് കിട്ടിയാൽ ജയിക്കും. വിദേശ രാജ്യങ്ങളൊക്കെ 10ൽ 8 മാർക്ക് കിട്ടണം ജയിക്കണമെങ്കിൽ. 8.6 ഈസ് ഫസ്റ്റ് ക്ലാസ്, 9.6 ആൻഡ് എബോവ് ഡിസ്റ്റിങ്ഷൻ. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് മാർക്ക് സിസ്റ്റം. ഇവിടുത്തെ നമുക്കറിയാം, കുറേ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടി പിടിക്കാൻ ആൾ വേണം, ബഹളം കൊണ്ടാക്കുന്ന ആൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിധ്വംസങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആളെ വേണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയെങ്കിലും ഇടിച്ചു കളയുക, അതിനുള്ള ബോധപൂർവമായ ശ്രമങ്ങളൊക്കെയാണ് നമ്മുടെ പൊതു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മികവിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ വിധത്തിലുള്ള കർമ്മ പദ്ധതികൾ സ്കൂൾ തലത്തിൽ പൊതു സംവിധാനത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമ്മൾ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമുക്കറിയാം ഇവിടെ 364 പേരെ ഇന്ത്യൻ സിവിൽ സർവീസ് രംഗത്ത് എത്തിച്ച ഒരു വലിയ സ്ഥാപനമാണ്. കേരളത്തിൽ 4 ജില്ലാ കളക്ടർമാർ ഈ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിദ്യാർത്ഥികളാണ്. 364 പേര് ഇന്ത്യൻ സിവിൽ സർവീസ് രംഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദേശത്ത് വസിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും മികവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. IAS പഠനം അതോടൊപ്പം തന്നെ. അപ്പോൾ കുട്ടികളെ കൂടുതൽ പഠനത്തിൻ്റെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ കോവിഡ് വന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ലഘുവായിട്ടുള്ള ആ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്ത വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുക. ഞാൻ രാവിലെ ഒരു പടത്തേക്ക് വാനിക്ക് പോയപ്പോൾ 5 മുതൽ 8 വരെയുള്ള കുറേ കുട്ടികളുണ്ട്. അക്ഷരം പോലും അറിയത്തില്ല, അവിടുത്തെ സിസ്റ്റർ അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ ഒരു തലമുറ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ പ്രിയമുള്ള മാതാപിതാക്കളെ, നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നല്ലൊരു വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം, അത് 3 കാര്യങ്ങൾ ആശ്രയിക്കുന്ന കാര്യങ്ങളാണല്ലോ. 1 കുഞ്ഞുങ്ങൾ, 2 അധ്യാപകർ, 3 മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന PTA പ്രസിഡന്റുമാർ. അപ്പോൾ നിങ്ങളിൽ ഈ സമൂഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല അർപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഗൗരവമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ്. വലിയൊരു തിന്മയാണ് പോക്സോ കേസുകൾ. മദ്യം പോലെ അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലെ തന്നെ കുഞ്ഞുങ്ങളെ കാർന്നിൻ്റെ നല്ല കുഞ്ഞുങ്ങളെ വല്ലാത്ത വിധത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് വലിയ ഡിപ്രഷനിലേക്ക് നയിക്കുന്ന ഒരു വലിയ വിപത്താണ് പോക്സോ കേസുകൾ. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അത് സ്കൂളുകളിലും വീടുകളിലും കുഞ്ഞുങ്ങൾ കൂടി വരുന്ന ഇടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ വളരെ ജാഗ്രത പാലിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായിട്ട്, നമുക്കറിയാം എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അതുങ്ങൾക്ക് പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഒരു മാനസികമായ തകർച്ചയിലേക്ക്, ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസിയിലേക്കൊക്കെ ആ കുഞ്ഞുങ്ങൾ വഴിതിപ്പോകും. അപ്പോൾ ഇവിടെയൊക്കെ പിതാവ് പറഞ്ഞതുപോലെ കുടുംബം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിൽ നല്ല ആത്മീയത, അപ്പനും അമ്മയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം. ഇന്ന് പല കുടുംബങ്ങൾക്കും പല കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കാരണം അതാണ്. പേരൻസ് തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമില്ല. ഫിസിക്കൽ ഡിവോഴ്സ്, ഇതിൻ്റെ സാറ് തങ്കച്ച സാറ് ക്ലാസ്സത്ത് ഓർക്കുന്നുണ്ട്. ഫിസിക്കൽ ഡിവോഴ്സിൻ്റെ നമ്പർ നമുക്കറിയാം. അതിനേക്കാളും 10 മടങ്ങ് ഭയാനകമാണ് മെൻ്റൽ ഡിവോഴ്സ്. അപ്പനും അമ്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, യാതൊരു ഊഷ്മളതയുമില്ല. മദ്യപാനം, വഴക്ക്, ഇങ്ങനെയുള്ള ദുരിത ചുഴിയിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ തകരുമ്പോൾ, അമരുമ്പോൾ അവർക്കെങ്ങനെ പഠിക്കാൻ പറ്റും? അവർക്കെങ്ങനെ ഉയരാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ നന്നായിട്ട് വളരുന്നില്ലെങ്കിൽ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. തീർച്ചയായും അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ജാഗരൂകരാകാം. രാഷ്ട്രം, സമൂഹം, ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ കുറച്ചും കൂടി ഗൗരവബോധത്തോടു കൂടി ചെയ്യാനായിട്ടുള്ള വലിയൊരു കരുത്ത്, വലിയൊരു ഉണർവ് ഈ സമ്മേളനം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.